മാരുതിയുടെ വണ്ടിക്കൊക്കെ വരുന്ന സുബ്രോസ് കംപ്രസറിൻ്റെ ഓയിൽ സീലും ഓറിങ്ങും മാറുന്നതാണ്. അത് ഓയിൽ സീല് ലീക്കാണ്. അപ്പോൾ ഓയിൽ സീലും അതിൻ്റെ ഓറിങ്സും നമ്മൾ മാറ്റി വിടുന്നത്. ഇതാണ് കംപ്രസറിൻ്റെ ഫ്രണ്ട് കവറാണ്. ഓയിൽ സീൽ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഓയിൽ സീൽ ഇതിൻ്റെ അകത്ത് ഉള്ളായിട്ട് വരും. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഓറിങ്ങാണ് ഇത്. അതിൻ്റെ ഓറിങ് അതിൻ്റെ ഓറിങ് ഇതെല്ലാം പോകാതെ ഇതെല്ലാം നമ്മൾ മാറ്റി പുതിയ ഓറിങ്സ് ഇടുകയും ചെയ്യും. കംപ്രസറെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഓയിൽ സീലും ചേഞ്ച് ചെയ്ത് മാറ്റും. ഇത് കംപ്രസറിൻ്റെ ബാക്ക് കവറാണ്. ബാക്ക് കവർ ഇത് ബാക്കിലത്തെ ഓറിങ്ങാണ് ഈ കാണുന്നത്. എ സിയുടെ കംപ്രസറിൻ്റെ പിസ്റ്റനാണ് ഇത്. കംപ്രസറിൻ്റെ പിസ്റ്റനാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഉണ്ടോ പിസ്റ്റനായത് പിസ്റ്റൺ. ഇങ്ങനെയാണ് അതിൻ്റെ പിസ്റ്റൺ കാണുന്നത്. ഇതതിൻ്റെ ഷാഫ്റ്റ് ഇത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ്. ഇതല്ല പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഉണ്ടോ ഇത് പമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂളിങ് കിട്ടുന്നത്. കംപ്രസർ പമ്പ് ചെയ്ത് വിടുമ്പോഴാണ്. ഈ പിസ്റ്റൺ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് നമ്മൾ കംപ്രസർ മാറുന്നത്. അപ്പോൾ ഇത് പിസ്റ്റന് കുഴപ്പമൊന്നുമില്ല. പിസ്റ്റൺ നല്ല പമ്പിങ്ങുള്ള കംപ്രസർ. അങ്ങനെ ഇതിൻ്റെ സെൻട്രൽ കവറാണത്. സെൻട്രൽ കവർ ഇതാണ് അതിൻ്റെ പിസ്റ്റൺ. കംപ്രസറിൻ്റെ പിസ്റ്റൺ ഇതാണ്. അങ്ങനെ കംപ്രസറിൻ്റെ പിസ്റ്റൺ അപ്പം ഇത് നമ്മൾ ഓറിങ് ഓയിൽ സീൽ എല്ലാം മാറി ചേഞ്ച് ചെയ്തു. ഇതാണ് അതിൻ്റെ ഓയിൽ സീല്. പുതിയ ഓയിൽ സീൽ ഇതാണ്. നമ്മളതിൻ്റെ അകത്ത് മാറാൻ പോകുന്നത്. ഇത് ഓയിൽ സീല്
ഇതെൻ്റെ പുതിയ ഓറിങ്സ് ഇതാണ്. ഇത് പുതിയ ഓറിങ്സ്. ഇത് നമ്മൾ ഇതേലിടും. ഓയിൽ സീൽ മാറി ക്ലീൻ ചെയ്ത് കംപ്രസർ മുറുക്കും.